ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മളുള്ളത് കുട്ടനാടിൻ്റെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന എടത്തപ്പള്ളിയിലാണ്. ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. പോകുന്ന വഴിയിൽ വഴിയോര കച്ചവടക്കാരാണ് കേട്ടോ ഉള്ളത്. ചെറുതായി തിരക്കും കൂടി വരുന്നുണ്ട്. പമ്പാ നദിയുടെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ പള്ളിക്ക് നൂറ്റാണ്ടുകൾ വഴക്കമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നപാടെ മെസ്സ ഐസ്ക്രീം വേണമെന്നാണ് കേട്ടോ പറയണം. അങ്ങനെ എല്ലാവരും കൂടെ ചായയും കുടിച്ച് മെസ്സാക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ നേർച്ചിടാൻ വേണ്ടി പോകണം. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് നടക്കുകയാണ്. ഐസ്ക്രീമൊക്കെ തിന്നിട്ട് മുഖം മുഴുവൻ ക്രീമാണ്. ഫ്രണ്ടിൽ നിന്ന് വരുന്ന വഴി പള്ളിക്കകത്തോട്ട് കയറാം. പക്ഷെ നമ്മൾ ചായ കുടിക്കാൻ പോയതുകൊണ്ട് നമ്മൾ കടകളുടെ അകത്തൂടെയാണ് കേട്ടോ പള്ളിയിലോട്ട് പോകുന്നത്. ഒരു മധ്യ യൂറോപ്യൻ സ്റ്റൈലാണ് കേട്ടോ ഈ പള്ളിയുടെ നിർമ്മിതി. നമ്മളിപ്പോൾ കാണുന്നത് പുതിയ പള്ളിയാണ്. അപ്പോൾ 1839 ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഈ കുടയും പിടിച്ചൊക്കെ നടന്നു വരുന്നതൊക്കെ ഇവിടുത്തെ നേർച്ചയായിട്ട് നടന്നു വരുന്ന ആൾക്കാരാണ് കേട്ടോ. പള്ളിയുടെ മുൻഭാഗത്തേക്ക് പോകും തോറും നേർച്ചയുമായി ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേർച്ചയിടാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അകത്ത് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ പള്ളിയുടെ രണ്ട് വശത്തു നിന്നുള്ള ക്യൂ ആണ് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പുണ്യാളൻ മിസ്റ്റർ ഗീവറീസ്. 1810 കേട്ടോ ഇറ്റലിയിൽ നിന്ന് കപ്പൽ വഴി കൊച്ചിയിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് വള്ളത്തിലാണ് പുണ്യാളൻ്റെ തിരുസ്വരൂപം ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ സെൻറ്റ് ജോർജ് രൂപങ്ങളിലൊന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെയാണ് നേർച്ചയിടുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ കുറച്ച് പാമ്പിൻ്റെ രൂപം ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിവിടുത്തെ മറ്റൊരു നേർച്ചയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സെൻറ്റ് ജോർജ് പള്ളികളിലും ഇതുപോലത്തെ നേർച്ച ഉണ്ടെങ്കിലും ഇവിടുത്തെ പാമ്പ് നേർച്ച വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ സാധാരണയായി പാമ്പ് വിഷമേൽക്കാതിരിക്കാനും വീടിൻ്റെ പരിസരത്ത് പാമ്പ് ശല്യം ഉണ്ടാകാതിരിക്കാനാണ് കേട്ടോ ഇവിടെ ഈ നേർച്ച നടത്തുന്നത്. ഈ പള്ളിയിലെ വളരെ പ്രധാനപ്പെട്ടത് എന്നാൽ അല്പം വ്യത്യസ്തമായ ഒരു ആചാരമാണ് കേട്ടോ കല്ല് തലയിൽ വെച്ചുള്ള നേർച്ച. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, മാനസിക വിഷമങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഒരു ഭാരമായി കണക്കിലാക്കി അവയെല്ലാം പുണ്യവാന്റെ മുൻപിൽ സമർപ്പിക്കുന്ന വിശ്വാസമാണ് കേട്ടോ ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ എല്ലാ വർഷവും ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെയാണ് കേട്ടോ ഇവിടുത്തെ പെരുന്നാൾ. മെയ് 7 ഇവിടുത്തെ മെയിൻ പെരുന്നാൾ. അപ്പോൾ നമ്മളും പെരുന്നാൾ ടൈമിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ പള്ളി കേട്ടോ. 1810 ഈ പള്ളി സ്ഥാപിതമായത്. അങ്ങനെ നേർച്ചയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്. ഇതാണോ അതാണ് റെഡ് വേണം ഇതാണ് വേണ്ട ഇതാ അതെടുത്താണോ വേണ്ടത്? വെച്ച് കാണട്ടെ, ഒന്ന് വെച്ച് നോക്കട്ടെ. ആടിത്തുന്തരി ഇത് മതിയാ? ഇത് വേറെ എല്ലാം കൂടി നോക്കും. ഇത് തുറണം കേട്ടോ. ഇവിടെ കടകൾക്കായി ഒരു പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ കടകളും അപ്പം ആ ഒരു ഒരുക്കിയ സ്ഥലത്താണ് കേട്ടോ എല്ലാ കടകളും ഉള്ളത്. അങ്ങനെ പോയപ്പോഴാണ് മെസ്സാദേ ഇത് കണ്ടത്. പിന്നെ അത് വാങ്ങാണ്ട് വിട്ടില്ല അവള്. അങ്ങനെ നിന്നപ്പോൾ യാദൃശ്യമായി ഫ്രെയിമിൽ വന്ന പിള്ളേരാണ് കേട്ടോ ഇവർ. അങ്ങനെ ഇവരുടെ ചിരിയോടുകൂടെ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്. പുതിയ യാത്ര വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അങ്ങനെ പോയപ്പോഴാണ് മെസ്സാദേ ഇത് കണ്ടത്. പിന്നെ അത് വാങ്ങാണ്ട് വിട്ടില്ല അവള്. അങ്ങനെ നിന്നപ്പോഴാണ് യാദൃശ്യമായിട്ട് ഫ്രെയിമിൽ വന്ന ഈ പിള്ളേരെ കണ്ട. ഇവരങ്ങനെ